കോട്ടയം മൂന്നിലവ് പഞ്ചായത്തിൽ അപ്രതീക്ഷിത നീക്കം. UDF നൽകിയ അവിശ്വാസം മറ്റന്നാൾ ചർച്ച ചെയ്യാനിരിക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. LDF പിന്തുണയോടെ ഭരണം നടത്തിയിരുന്ന സ്വതന്ത്ര അംഗം സെനീനാമ ജോസഫാണ് രാജിവെച്ചത്. 14 അംഗ പഞ്ചായത്തിൽ 8 അംഗങ്ങൾ ഒപ്പിട്ടാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. അഖിൽ കെ ചേരുന്നു. അഖിൽ പറയൂ. ഈ സെനീനാമ പഞ്ചായത്ത് അധ്യക്ഷയാകുന്ന അല്ലെങ്കിൽ അധ്യക്ഷാനത്തേക്ക് എത്തുന്നത് 7-7, അതായത് 14 മുനിസിപ്പാലിറ്റി സെനീനാമ അടക്കം LDF വിഭാഗത്തെ 7-ഉം മറുഭാഗത്തെ 7-ഉമായിരുന്നു. അതിൽ നിന്നും ജോസഫ് വിഭാഗത്തിലെ ഒരു അംഗത്തെ ഇപ്പുറത്തേക്ക് മറു കണ്ടത്തിലേക്ക് ചാടിച്ചുകൊണ്ട് 8 പേര് പിന്തുണയോടുകൂടിയാണ് ഈ സെനീനാമ ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന രീതിയിലുണ്ടായത്. പിന്നാലെ വലിയ രീതിയിൽ ചർച്ചകളും കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ജോസഫ് വിഭാഗത്തിൽ മറുകണ്ഠം ചാടിയ ആളെ തിരികെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് ഈ UDF 8 പേരുടെ ഒരു ഒപ്പ് ശേഖരിച്ചുകൊണ്ട് തന്നെ ഇവർക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. അവിശ്വാസം 20-ാം തീയതി പാസ്സാകും എന്ന് ഉറപ്പായതോടുകൂടി തന്നെയാണ് ഇന്ന് മുൻകൂട്ടി ഈ രാജി സമർപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇനി ഭരണം, അതായത് ഇപ്പോൾ നിലവിൽ LDF കൈവശമുള്ള പഞ്ചായത്തിന്റെ ഭരണം, മൂന്നിലെ പഞ്ചായത്തിന്റെ ഭരണം, അത് LDF നഷ്ടമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും 8 പേരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ ഈ 14-ൽ 8 എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ഇതിൽ LDF-നെ മറികടന്നുകൊണ്ട് UDF വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ കൂടി സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ അവിശ്വാസം പാസ്സാവുമെന്ന് മനസ്സിലാക്കിയോടെയാണ് സെനീനാമ രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. റോഷ്നി. ശരി, അഖിലാണ് 2 വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്.